തൂവല് ഇങ്ങനെ എടുത്ത് ഈ പൈപ്പിലൂടെ മെല്ലെ മെല്ലെ കടത്തിവിടുന്നു. ഇനി ചേച്ചി ഒരു മന്ത്രം പറയാൻ പോവാണേ. ഓം ഹ്രീം കുട്ടിച്ചാത്ത. ഇനി വേറൊരു മാജിക് കാണിക്കട്ടെ. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഈ പേപ്പർ കണ്ടോ? ഇതിങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തു. ഞാൻ ഒരു കഷ്ണം പേപ്പർ ഞാൻ ഇതിലിട്ട് കത്തിക്കാൻ പോവാണ്. ലൈറ്റർ കണ്ടോ? വെക്കാണ്. ഓം ഹ്രീം കുട്ടിച്ചാത്ത വരട്ടെ വരട്ടെ. എടുത്തു. ഹലോ, എന്താണ്? ഈ ലോകത്തൊന്നും അല്ലേ? ചന്ദ്രാമ്മ എപ്പോഴാ വന്നേ? ഞാൻ വന്നിട്ട് കൊറേ നേരമായി. എന്തായി നോക്കി നിൽക്കുന്നത്? മുഖത്ത് പതിവിൽ കൂടുതൽ ഒരു തെളിച്ചൊക്കെ ഉണ്ടല്ലോ. എന്റെ മുഖത്തോ? അത് ചന്ദ്രാമ്മയ്ക്ക് വെറുതെ തോന്നുന്നായിരിക്കും. പിന്നെ ഞാൻ കുറച്ച് ദിവസങ്ങളായി ശ്രദ്ധിക്കുന്നു. സ്വഭാവത്തിലും പെരുമാറ്റത്തിലും എന്തൊക്കെയോ ഒരു മാറ്റം. എന്താ കാര്യം? അത് ഒന്ന് പോയി ചന്ദ്രാമ്മ, ചുമ്മാ കളിയാക്കാതെ. കൊള്ളാമോ മാജിക്ക്? ഇനി വേണോ? എടുത്തു. മോളെ, നിന്റെ അടുത്ത് ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? പിന്നെ ഇങ്ങോട്ട് വന്നേ? ഇന്നെന്റെ മോളുടെ ബർത്ത്ഡേ അല്ലേ? അവളെ കാണാനും വിഷയാനുള്ള അവകാശം എനിക്കില്ലേ? ഇല്ല. ഭാര്യയും മകളുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചിട്ടില്ലേ നീ ഇവിടുന്ന് പോയ? അല്ലേ? എന്താണ് മിണ്ടാ നിൽക്കുന്നേ? അല്ലേ? എത്രയൊക്കെ അകറ്റാൻ ശ്രമിച്ചാലും അവളെന്റെ ചോരയല്ലേ? ആസക്തി ഇല്ലാതാവില്ലല്ലോ. നിന്റെ ചോര ഇനി അതിന്റെ മഹത്വം നീ വിളമ്പിട കേട്ടാ. വന്നേക്കുന്നു. മുറിച്ചു മാറ്റിയ ബന്ധങ്ങളൊന്നും ഇനി നീയായിട്ട് കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കണ്ട. അതിനുവേണ്ടി നീ ഇങ്ങോട്ട് വരികയും വേണ്ട. അവകാശമൊന്നും പറഞ്ഞു വന്നതല്ല. ഇടയ്ക്ക് വല്ലപ്പോഴും എന്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ സമ്മതിച്ചാൽ മതി. എന്തിനേ? അത് വേണ്ട. എടാ, അവരവർക്ക് ചേരുന്നത് മാത്രമേ കൂട്ടിച്ചേർക്കാവൂ. മനസ്സിലായ? അവിടെ ഞങ്ങളുടെ പൂർണിമയ്ക്ക് തെറ്റി. എടാ, നിന്നെ പോലെ ഇത്ര ആയിരുന്നില്ല പൂർണിമയ്ക്ക് ചേർന്നത്. അതും മനസ്സിലായി വന്നപ്പോഴേക്കും വൈകിപ്പോയി. എന്തായാലും തിരിച്ചറിഞ്ഞപ്പോഴേക്കും നീ ഇവിടുന്ന് പുറത്താവുകയും ചെയ്തു. മോളുമായിട്ടുള്ള ബന്ധം പുതുക്കാമെന്നയാ ഇവൻ. പൂർണിമ നിക്ക്.
നിന്റെ ഒരു സമ്മാനവും ഇവിടെ വേണ്ട കേട്ടാ. ഇതെല്ലാം കൊണ്ടുവയ്ക്കണം. ഇങ്ങോട്ട് ദാ, പിടി. ഓ, ഇത് ഞാൻ എന്റെ മോൾക്ക് വേണ്ടി വാങ്ങിച്ചതാ. ഇതൊന്ന് കൊടുക്കാൻ സമ്മതിച്ചാ മതി. ആ, അതിനൊന്നും ആവശ്യമില്ല. ആ, പിടിച്ച് പുറത്താക്കുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോടാ. എടാ, നിന്റെ അടുത്തല്ലേ പറഞ്ഞ് ഇറങ്ങിപ്പോവാൻ. ഇത്ര നല്ല മരുമകളെ കിട്ടിയ രമ ഭാഗ്യവതിയാ. അപ്പോ ബിസിനസ്സിൽ എന്ന പോലെ ലൈഫിലും അർജുൻ സക്സസ് ആയി കഴിഞ്ഞു അല്ലേ? ഒരേ മനസ്സോടെ നിൽക്കുന്ന അമ്മയും ഭാര്യയും കിട്ടുന്നതാണ് ഒരു പുരുഷന്റെ ലൈഫിലെ ഏറ്റവും വലിയ സക്സസ്. അല്ലേ ഏട്ടാ? എന്താ സംശയം? ജയരാമനും ദേവരാജനും എന്തെങ്കിലും എതിർപ്പുണ്ടോ? ശരിയാ, സഹദേവൻ പറഞ്ഞത് 100% ശരിയാ. ഞാൻ ജീവിതത്തില് സക്സസ് ആയതിന്റെ പിന്നിൽ എന്റെ അമ്മയെ. ഇപ്പോ ഐശ്വര്യം കൂടിയെന്ന് മാത്രം.